ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ തോറ്റു, കൃത്യമായി പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ടിടത്ത് വിജയിച്ചത് വിദ്യാർത്ഥികളാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇന്ന് ഒരുപാട് ആളുകൾ SFIയുടെയും DYFIയുടെയും AISFിൻ്റെയും AIYFിൻ്റെയും ഒരുപാട് ആളുകളൊക്കെ വളരെ വലിയ തോതിൽ ആഘോഷിക്കുന്നു, ലഡു കൊടുക്കുന്നു, മുട്ടായി കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തിയാൽ, കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തിയാൽ ഇവർക്കാർക്കെങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയുമോ? അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എടുക്കാൻ കഴിയില്ല. KC വേണുഗോപാൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇതിൻ്റെ ക്രെഡിറ്റ് സമ്പൂർണ്ണമായി എടുക്കാൻ കഴിയില്ല. കാരണം ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ പാർട്ടികളും അറച്ചു നിന്നപ്പോൾ, മടിച്ചു നിന്നപ്പോൾ അമേരിക്കയിൽ അത് ഒരുപക്ഷെ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെ ബിനാമിയാണോ, അല്ലെങ്കിൽ ബി പ്ലാനാണോ, പ്ലാൻ ബി ആണോ, അതൊക്കെ വേറെ വിഷയം. എന്തായാലും അമേരിക്കയിലിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു പോസ്റ്റിൽ തുടങ്ങി ഡൽഹി ജന്തർ മന്ദിറിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയെങ്കിൽ അതിന് സോനം വാങ്ചുവിനെ പോലെയുള്ളവർ വന്ന സമരത്തെ കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ വളരെ ഗൗരവമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJPയും സംഘപരിവാർ സംഘടനകളും NDA പാർട്ടിയും ഒഴിച്ച് ബാക്കി എല്ലാവരും അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഡൽഹി നൽകുന്ന പാഠം. ഇനിയിപ്പോൾ ഇതിൻ്റെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, CJP പഞ്ചാബിൽ പേപ്പർ ചോർന്നിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചാബിലേക്ക് കൂടി മാറ്റുകയാണ് അവരുടെ സമരം. കർണാടകത്തിൽ വിദ്യാർത്ഥികളുടെയും ഈ പരീക്ഷയെ ബന്ധപ്പെടുത്തിയ വിഷയങ്ങളുണ്ട്. അവിടേക്കും ഇവരുടെ ചലനങ്ങൾ വരികയാണ്. അപ്പോൾ കർണാടകത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ ഇനി BJPയുടെ യുവജന സംഘടനകൾ ഈ കോൺഗ്രസിനെതിരായിട്ടുള്ള DK ശിവകുമാറിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നാൽ, കോൺഗ്രസിന് എതിരായ ഒരു മൂവ്മെൻറ്റ് വന്നാൽ BJPയുടെ യുവജന സംഘടനകൾ കൃത്യമായി ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ അറിയാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയം അങ്ങനെ മറിയുകയാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. 2027 തെരഞ്ഞെടുപ്പ് വരികയാണ്. ആം ആദ്മി പാർട്ടിക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ പഴയ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി സംഘത്തിന് അംഗമായിരുന്ന സ്ട്രാറ്റജിസ്റ്റായിട്ടുള്ള പ്രധാന കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത്ത് ദീപ്കയ്ക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്കെതിരെ പഞ്ചാബിൽ സമരം ചെയ്യാൻ കഴിയുമോ? ഞങ്ങൾ പഞ്ചാബിലേക്കും കർണാടകത്തിലേക്കും പോകുന്നു എന്നവർ പറയുമ്പോൾ ഇത് ചെയ്യാൻ കഴിയുമോ? വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഡൽഹി നൽകുന്ന പാഠം വളരെ രസകരമായ പാഠങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പട്ടാളികളും വ്യവസ്ഥാപിതമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളും തോറ്റ് തുന്നം പാടിയെടുത്ത് കുറേ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ, വിദ്യാർത്ഥി സംഘടന പോലുമല്ല, രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു സംഘടന പോലുമല്ലാത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വിദ്യാർത്ഥികൾ വന്ന് ആ വിദ്യാർത്ഥികളുടെ പിറകെ എല്ലാവരും വന്ന് നിൽക്കേണ്ട ഒരു ഇന്ത്യൻ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ, SFI പോലുള്ള, AISF പോലുള്ള, NSUവിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്കോ ഒന്നും തുടക്കം കുറിക്കാൻ കഴിയാതെ അവർ പുറകെ പോയി നിൽക്കേണ്ടുന്ന, ഞങ്ങൾ പിറകെ വരുന്നു എന്ന് പറയേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി എന്നത് ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമരം നടത്തുമ്പോൾ അതിനോടൊപ്പം CJP വന്ന് ചേരുകയല്ല ചെയ്തത്. CJP എന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ യാതൊരു സംഘടനാ രൂപമില്ലാത്ത, യാതൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഇല്ലാത്ത കൃത്യമായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ഈ ഇന്ത്യൻ്റെ എല്ലാവർക്കും പോകേണ്ടി വന്നു, ഇന്ത്യൻ സമര നേതാക്കൾക്കെല്ലാം പോകേണ്ടി വന്നു എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ്. അതൊരു കാരണവശാലും വിജയത്തിൻ്റെ രാഷ്ട്രീയമല്ല, പരാജയത്തിൻ്റെ രാഷ്ട്രീയമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതുകൊണ്ട് CJPയും സംഘവും അവരെ സഹായിച്ച SFIയും AISF ഒക്കെ ഉയർത്തിയ വിഷയം ജയിച്ചു, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ചരിത്രപരമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, ചരിത്രത്തിൻ്റെ രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയിലെ ഇടതുപക്ഷവും കോൺഗ്രസും പരാജയപ്പെട്ടിടത്താണ്, ആ ഗ്യാപ്പിലാണ് CJPയുടെ എൻട്രൻസ്. അപ്പോൾ അങ്ങനെ CJP എൻ്റർ ചെയ്തപ്പോൾ ഇനി CJP രാഷ്ട്രീയ പാർട്ടിയാകുമോ? അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമോ? അവർ പഞ്ചാബിലേക്ക് പോകുമോ? അതോ അവർ കർണാടകത്തിലേക്ക് പോകുമോ? രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരുടെ കണ്ണ് അവിടെയൊക്കെ ചെല്ലുമോ? അവിടെയെല്ലാം CJP പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം വളരെ ഗൗരവതരമായി രാജ്യത്ത് വരുന്നുണ്ട്. ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല,
ജാതിയും മതവും ഒക്കെ വച്ചിട്ട് നിങ്ങൾ രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരൂ മോദി എന്നൊക്കെ പറയുന്ന വളരെ വലിയ മുദ്രാവാക്യങ്ങളുമായി ഡൽഹിയിൽ ഇവർ ജന്തർ മന്ദറിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കൂടെ പോയി എന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. അങ്ങനെ പോയില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ശത്രു അല്ലെങ്കിൽ പോലും പിന്നെ പരസ്പരം പോരടിക്കുന്ന ഇന്ത്യ മുന്നണിയിലുള്ളവർ, വിദ്യാർത്ഥി സംഘടനകൾ, ക്യാമ്പസുകളിൽ അലതല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന വിദ്യാർത്ഥികൾ സംഘടനകൾ എല്ലാവരും ഒന്നിച്ച് ഒരു കൊടിക്കീഴിൽ എന്ന് പറയാം, കൊടിയില്ലായിരുന്നു എന്ന് തന്നെ പറയാം, ഇല്ലായിരുന്നു, അവിടെ വന്ന് ഡൽഹിയിൽ ഒന്നിച്ചു. അത് ജന്തർ മന്ദറിൻ്റെ ആ ഒന്നിപ്പ് കൃത്യമായ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് നയിച്ചു. പക്ഷേ ഇനിയിപ്പോൾ പഞ്ചാബിലേക്ക് പോകുമെന്ന് കേൾക്കുന്നു, അവിടെയും ഒരു മന്ത്രിയെ രാജിവെപ്പിക്കണമെന്ന് കേൾക്കുന്നു, കർണാടകത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് കേൾക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ശക്തമായി വരുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെ, അവരുടെ അജണ്ടകൾ എവിടെ, അവരുടെ ആൾക്കൂട്ടം എവിടെ, അവരുടെ സംഘടനാ സംവിധാനം എവിടെ, അവരുടെ നേതാക്കൾ എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരം നടന്നപ്പോൾ അതിൽ പിന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തിയ വിദ്യാഭ്യാസ സമരത്തിൽ പങ്കെടുക്കേണ്ടത് വന്ന് അതിനവിടെ നിന്നുകൊണ്ട് അവർ പിന്തുണ അഭ്യർത്ഥിച്ചു പോലുമില്ല. അവർ പിന്തുണ അഭ്യർത്ഥിച്ചില്ല, ഒന്നുമില്ല. പോയി സുവോമോട്ടോ അങ്ങോട്ട് ചെല്ലുന്നു, പിന്തുണ കൊടുക്കുന്നു, അവർ പിന്നെ അത് വാങ്ങുന്നു, അങ്ങനെ പിന്നെ അവർ ടൈപ്പ് ആവുന്നു. അങ്ങനെ എന്തായാലും SFI ISF ഒക്കെ അവിടെ തമ്പടിച്ച് സഹായിക്കുന്നു. ഒത്തിരി പേര് ഇതിൻ്റെ പേരിൽ ഒത്തിരി പേര് ആരൊക്കെ സഹായിച്ചു എന്നൊക്കെ ഉള്ള നേതാക്കൾ ആരെന്നൊക്കെ ഉള്ള പോസ്റ്ററും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഡൽഹിയിൽ നടന്നത്. ആ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ വളരെ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടെടുത്താണ് വിദ്യാർത്ഥികൾ ജയിച്ചു കയറിയത്. ആ വിദ്യാർത്ഥികളുടെ പിറകെ പോകുന്നതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും തോറ്റുകൊണ്ടേയിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായാലും CPMൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയമായാലും വലതുപക്ഷ സംഘടനകളിലെ ആരായാലും, മമതാ ബാനർജി ആയാലും, പിന്നെ തമിഴ്നാട്ടിലെ വിജയ് ആയാലും, സ്റ്റാലിൻ ആയാലും, പിന്നെ അരവിന്ദ് കെജ്രിവാൾ ആയാലും, പഞ്ചാബിലുള്ളവരായാലും ആരായാലും അവർ പരാജയത്തിൻ്റെ ഭാഗത്തൂടെയാണ് സഞ്ചരിക്കുന്നത്, വിജയത്തിൻ്റെ വഴിയിലല്ല. കാരണം വിജയത്തിൻ്റെ വഴി അരാഷ്ട്രീയമായ, അരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു അപകടമായ വാക്കല്ല, രാഷ്ട്രീയമില്ലാത്ത ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ കൊണ്ടുപോയി എന്നുള്ളത് ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അതുമായി ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതാണ് ഇനി വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം.